Hello students, recently we series exam കഴിഞ്ഞു. So EE464 flexible AC transmission system ന്റെ second internal exam ന്റെ answer keyയും scheme discuss ചെയ്യാൻ പോവാണ്. നമുക്ക് modules 4, 5, 6 ആയിരുന്നു സിലബസിൽ. അപ്പോൾ പാർട്ട് എയും പാർട്ട് ബി രണ്ട് സെക്ഷൻ ആയിട്ടായിരുന്നു. പാർട്ട് എയിൽ 4 ക്വസ്റ്റ്യൻ, 4 ക്വസ്റ്റ്യൻ each of 5 marks ആണ്. Total 20 marks from this session. So first question, what is the basic concept of voltage and phase angle regulator? How they differ in function? 5 mark question ആയിരുന്നു. ഇതൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ ഇതിൻ്റെ മാർക്ക് ഡിവിഷൻ എന്ന് വെച്ചാൽ വോൾട്ടേജ് ആൻഡ് ഫേസ് ആംഗിൾ റെഗുലേഷൻ്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻജെക്ട് ചെയ്യുന്ന വോൾട്ടേജ് ടെർമിനൽ വോൾട്ടേജുമായിട്ട് ഒന്നെങ്കിൽ ഇൻ ഫേസ് ആകണം അല്ലെങ്കിൽ ക്വാഡ്രേച്ചർ കമ്പോണൻ്റ് ആണ്. സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ വോൾട്ടേജ് റെഗുലേഷൻ ആണെങ്കിൽ ഇൻജെക്ട് ചെയ്യുന്ന വോൾട്ടേജ് ഇൻ ഫേസ് ആണ്, ഫേസ് ആംഗിൾ റെഗുലേഷൻ ആണെങ്കിൽ ഇൻ ക്വാഡ്രേച്ചർ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ഡിസ്പ്ലേസ്ഡ് ആണ്. അപ്പം നോക്കിക്കേ, ഇവിടെ രണ്ട് പടം തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ വി ആംഗിൾ 0 ഡിഗ്രി ഫേസ് തന്നിരിക്കുന്നത്, രണ്ടാമത്തെ 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അത് ഫേസ് ആംഗിൾ റെഗുലേഷൻ ആണ്. സോ ഈ ബേസിക് കൺസെപ്റ്റ് ജനറൽ ആയിട്ട് എഴുതുന്നതിന് 2 മാർക്കും, സ്പെസിഫിക് ആയിട്ട് എഴുതുന്നതിനും അതിൻ്റെ ഫേസർ ഡയഗ്രാം കൂടെ വരയ്ക്കണം. ഫാക്ട്സിന്റെ ആൻസർ എഴുതുമ്പോൾ കഴിവതും ഫേസർ ഡയഗ്രാംസ് ചോദിച്ചില്ലെങ്കിൽ കൂടി അങ്ങ് ഇൻക്ലൂഡ് ചെയ്തേക്കണം. ഇപ്പൊ ഈ ആദ്യം തന്നേക്കുന്നതാണ് വോൾട്ടേജ് റെഗുലേറ്റർ. അതാണ് ഒരു 3 ഫേസ് വോൾട്ടേജ് ഇൻജെക്ട് ചെയ്യും ആണ്. ഡെൽറ്റ വി എ, ഡെൽറ്റ വി ബി, ഡെൽറ്റ വി സി കറസ്പോണ്ടിങ് ഫേസസിൽ അതിന്റെ ഫേസർ ഡയഗ്രാം നോക്കിക്കേ, ഇൻ ഫേസ് ആയിട്ടാണ്. വി എക്ക് ഇൻ ഫേസ് ആയിട്ട് ഡെൽറ്റ വി എ, വി ബിക്ക് ഇൻ ഫേസ് ആയിട്ട് ഡെൽറ്റ വി ബി, വി സിക്ക് ഇൻ ഫേസ് ആയിട്ട് ഡെൽറ്റ വി സി. ഇതാണ് വോൾട്ടേജ് റെഗുലേറ്ററിന്റെ ഫേസ് ആംഗിൾ ഫേസർ ഡയഗ്രാം. സോ ഇവിടെ എന്ന് വെച്ചാൽ ഒരു ഇൻ ഫേസ് വോൾട്ടേജ് കമ്പോണന്റിനെയാണ് ആഡ് ചെയ്യുന്നത്, അതാണ് വോൾട്ടേജ് റെഗുലേറ്റർ. ഫേസ് ആംഗിൾ റെഗുലേറ്റർ. ഇപ്പൊ ഫേസ് ആംഗിൾ റെഗുലേറ്റർ എന്ന് പറയുന്നത് ഇൻജെക്ട് ചെയ്യുന്ന വോൾട്ടേജിന് ടെർമിനൽ വോൾട്ടേജുമായിട്ട് 90 ഡിഗ്രി, അതായത് ഇൻ ക്വാഡ്രേച്ചർ ആയിരിക്കണം. അപ്പൊ അതിന് 1.5 മാർക്സ്. അതിന്റെ ഫേസർ ഡയഗ്രാം കൂടെ വരയ്ക്കണം. വി എ അതിൻ്റെ കൂടെ ഇൻജെക്ട് ചെയ്യുന്ന വോൾട്ടേജ് ഡെൽറ്റ വി എ 90 ഡിഗ്രി ആയിട്ട് വരും. അപ്പോൾ വി എ പ്ലസ് മൈനസ് ഡെൽറ്റ വി എ. അപ്പോൾ ഉണ്ടാകുന്ന ഫേസ് ഷിഫ്റ്റ് ആണ് സിഗ്മ. സോ ഇൻജെക്ട് ചെയ്യുന്ന വോൾട്ടേജിന്റെ മാഗ്നിറ്റ്യൂഡിനെ കൺട്രോൾ ചെയ്യുന്ന വഴി നമുക്ക് ഈ ഫേസ് ഷിഫ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെ ഫേസ് ആംഗിളിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫേസ് ആംഗിൾ റെഗുലേറ്ററിന്റെ പടമാണ് ഈ കാണിച്ചിരിക്കുന്നത്. വോൾട്ടേജ് റെഗുലേറ്ററിന്റെ ഇൻ ജനറൽ ബേസിക് കൺസെപ്റ്റ്. സ്പെസിഫിക് ആയിട്ട് വോൾട്ടേജ് റെഗുലേറ്റർ ഒന്നുകൂടെ എടുത്ത് എഴുതുക, അതിന്റെ ഫേസർ ഡയഗ്രാം വരയ്ക്കുക. ഫേസ് ആംഗിൾ റെഗുലേറ്റർ അതിന്റെ ഫേസർ ഡയഗ്രാം വരയ്ക്കുക. ഫാക്ട്സിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് സർക്യൂട്ട് ഡയഗ്രാം ഉണ്ടെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കണം. ഫേസർ ഡയഗ്രാം കഴിവതും ഇൻക്ലൂഡ് ചെയ്യണം. ക്വസ്റ്റ്യനിൽ എടുത്ത് ചോദിച്ചില്ലെങ്കിലും അത് ചെയ്യണം. മാർക്ക് ഡിവിഷൻ വരുമ്പോൾ അങ്ങനെ നോക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ഓഫ് സ്റ്റാറ്റിക് സിൻക്രോണസ് സീരീസ് കോമ്പൻസേറ്റർ? 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റാറ്റിക് സിൻക്രോണസ് സീരീസ് കോമ്പൻസേറ്റർ പറയുന്നത് ഇതും ഒരു വോൾട്ടേജിനെ ഇൻജെക്ട് ചെയ്യുവാണ്. അപ്പോൾ ഇൻജെക്ട് ചെയ്യുന്നത് വഴി ട്രാൻസ്മിഷൻ ലൈനിന്റെ ഇംപിഡൻസിനെ കുറയ്ക്കും. സോ ഈ ഒരു കൺവേർട്ടർ എന്ന് വെച്ചാൽ റിയാക്റ്റീവ് പവറിനെ രണ്ടിനെയും എക്സ്ചേഞ്ച് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ഇൻജെക്ട് ചെയ്യുന്ന വോൾട്ടേജ് ഇൻ ഫേസ് ആണെങ്കിൽ അവിടെ റിയൽ പവർ എക്സ്ചേഞ്ചും, മറിച്ച് ഇൻ ക്വാഡ്രേച്ചർ ആണെങ്കിൽ അവിടെ റിയാക്റ്റീവ് പവർ എക്സ്ചേഞ്ചും ആണ് നടക്കുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ഓഫ് ട്രിപ്ലസ് എന്ന് പറയുമ്പോൾ നമ്മളറിയാം സീരീസ് കോമ്പൻസേഷൻ എന്ന് പറഞ്ഞ ട്രാൻസ്മിഷൻ ലൈനിന്റെ എഫക്റ്റീവ് ഇംപിഡൻസിനെ കുറയ്ക്കുന്ന ഒരു എഫക്റ്റ് ആണ്. ഇപ്പോൾ ഒരു സീരീസ് കപ്പാസിറ്റർ ഉപയോഗിക്കുന്ന വഴി ട്രാൻസ്മിഷൻ ലൈനിന്റെ ഇൻഡക്റ്റൻസിനെ കുറയ്ക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ കപ്പാസിറ്റർ ഇൻജെക്ട് ചെയ്യുമ്പോൾ സീരീസ് ആയിട്ട് ഇൻജെക്ട് ചെയ്യുന്ന വോൾട്ടേജ് എന്ന് വെച്ചാൽ ട്രാൻസ്മിഷൻ ലൈൻ കറണ്ടിനെ ലാഗ് ചെയ്യുന്ന വോൾട്ടേജ് ആണ്. അപ്പോൾ ഈ വോൾട്ടേജ് നമ്മുടെ ഇൻഡക്ടർ ട്രാൻസ്മിഷൻ ലൈൻ ഇൻഡക്റ്റൻസിന് അപ്പിയർ ചെയ്യുന്ന വോൾട്ടേജ് ലീഡിങ് വോൾട്ടേജിന് ഇൻ ഓപ്പോസിഷൻ ആണ്, അല്ലെ? ലൈൻ ഇൻഡക്റ്റൻസിൽ വോൾട്ടേജ് ലീഡ്സ് കറണ്ട് ബൈ 90 ഡിഗ്രി. അപ്പോൾ ആ ക്വാഡ്രേച്ചർ വോൾട്ടേജിന് ഇൻ ഓപ്പോസിഷൻ ആണ് ഇവിടെ ഇൻജെക്ട് ചെയ്യുന്ന വോൾട്ടേജ്. അപ്പോൾ ഇൻ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ലൈൻ ഇൻഡക്റ്റൻസിനെ കുറയ്ക്കുക എന്നുള്ള എഫക്റ്റ് ആണ് വരുന്നത്. നമുക്കറിയാം ഇംപിഡൻസ് അല്ലെ ഇൻഡക്റ്റൻസ് കുറയുക എന്ന് പറയുമ്പോൾ പവർ ട്രാൻസ്മിഷൻ കൂടുകയാണ്. കാരണം പവറിന്റെ ഇക്വേഷൻ V1 V2 സൈൻ ഡെൽറ്റ ബൈ എക്സ് ആണ്. സോ എക്സ് കുറഞ്ഞെങ്കിൽ ഒബിയസ്ലി പവർ അവിടെ കൂടും.
So the voltage injected is given by നമുക്ക് കാണിക്കാം ഇൻജെക്ട് ചെയ്യുന്ന വോൾട്ടേജിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? The voltage injected VC equal to minus J into K into X into IL. K എന്ന് പറഞ്ഞാൽ degree of compensation, that is XC by X. X എന്ന് പറഞ്ഞാൽ series impedance അല്ലെങ്കിൽ inductance of the transmission line, reactance. IL എന്ന് വെച്ചാൽ line current. VC is the injected voltage. And the current IL will be equal to sin delta by 2 by X plus VC by X. So ഈ question explanation along with the equation നമ്മൾ 3 മാർക്കാണ് സ്കീം, പിന്നെ പോയിട്ട് phasor diagram along with the schematic 2 marks for the diagram. Total 5 marks question. Third question, what are the functions of series converter, shunt converter and DC link in the UPFC? 5 mark question. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ മാർക്ക് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ സീരീസും ഷണ്ടിനുമാണ് കൂടുതൽ ഫംഗ്ഷൻ. സോ അതിന് വേണ്ടിന് 2 മാർക്സും ഡി സി ലിങ്കിന് 1 മാർക്കും ആയിരിക്കും. സോ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ പോയിട്ട് നമുക്ക് സീരീസ് കൺവേർട്ടറിൻ്റെ ഫംഗ്ഷൻ, ഷണ്ട് കൺവേർട്ടറിൻ്റെ ആൻഡ് ഫൈനലി ഡി സി ലിങ്ക് എഴുതാം. സോ ഇതിൻ്റെ സ്കീം പറയുകയാണെങ്കിൽ സീരീസ് കൺവേർട്ടറിൻ്റെ റോള് അത് മെയിൻലി എന്തൊക്കെ വരും? സീരീസ് വോൾട്ടേജ് ഇഞ്ചെക്ഷൻ, സീരീസ് കോമ്പൻസേഷൻ, റിയാക്റ്റീവ് പവർ കോമ്പൻസേഷൻ and active power compensation with DC link and series converter. അതേപോലെ ഷണ്ട് കൺവെർട്ടർ പറയുവാണെങ്കിൽ കറണ്ടിനെ ഇഞ്ചെക്ട് ചെയ്യും അല്ലെങ്കിൽ കറണ്ടിനെ ഡ്രോ ചെയ്യും. അതേപോലെ റിയാക്റ്റീവ് കോമ്പൻസേഷൻ, ആക്റ്റീവ് പവർ സപ്ലൈ ടു ദ ഡി സി ലിങ്ക്. ആൻഡ് ഫൈനലി ഡി സി ലിങ്ക് എന്ന് വെച്ചാൽ സീരീസ് കൺവെർട്ടറിന് ആവശ്യമായ ആക്റ്റീവ് പവറിനെ ഷണ്ട് കൺവെർട്ടർ വഴി കൊടുക്കുവാണ് ഡി സി ലിങ്കിൻ്റെ ഫംഗ്ഷൻ. സോ ഈ സീരീസ് കൺവെർട്ടർ, ഷണ്ട് കൺവെർട്ടർ, ഡി സി ലിങ്കിൻ്റെ ഫംഗ്ഷൻസിനെ ഇലാബറേറ്റ് ചെയ്ത് 2 മാർക്സ് ഈച്ച്. സോ 2, 2 ആൻഡ് ഫൈനലി ഡി സി ലിങ്കിൻ്റെ ഫംഗ്ഷൻ എഴുതുമ്പോൾ 1. സോ ടോട്ടൽ 5 മാർക്സ്. A പാർട്ടിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ IPFC with a schematic of basic 2 converter interline power flow controller scheme. 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൻ്റെ മാർക്ക് ഡിവിഷൻ പോകുന്നത് IPFCയുടെ സ്കീമാറ്റിക്കിന് 2 മാർക്കും വർക്കിങ്ങിന് 3 മാർക്സുമാണ്. സ്കീമാറ്റിക് ഡയഗ്രം നമുക്കറിയാം. IPFCയിൽ 2 കൺവേർട്ടേഴ്സ് ഉണ്ട്, സീരീസ് കണക്റ്റഡ് ആണ്. അതിൻ്റെ ഇടയ്ക്ക് ഡി സി ലിങ്ക് ഉണ്ട് ഫോർ റിയൽ പവർ എക്സ്ചേഞ്ച്. അപ്പോൾ ഓരോ സീരീസ് കൺവേർട്ടർ ഓരോ വോൾട്ടേജിന് ഇഞ്ചെക്ട് ചെയ്യും, അതുവഴി റിയാക്റ്റീവ് പവർ കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ എത്ര ട്രാൻസ്മിഷൻ ലൈൻ ഉണ്ടെങ്കിൽ ഈ സബ്സ്റ്റേഷനിലൊക്കെ പാരലൽ ലൈൻസിലൊക്കെ കുറേ ലൈൻസിൽ കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നിടത്താണ് നമ്മൾ IPFC ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് ട്രാൻസ്മിഷൻ ലൈൻ റിയാക്റ്റൻസ് X1, രണ്ടാമത്തെ X2, അവിടെ ഇഞ്ചെക്ട് ചെയ്യുന്ന വോൾട്ടേജ് V1 PQ, V2 PQ. ഇപ്പോൾ റിയാക്റ്റീവ് പവർ കോമ്പൻസേഷനും പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ മറ്റേ ലൈനിൽ ഇപ്പോൾ റിയൽ പവർ എക്സ്ചേഞ്ചും പോസിബിൾ ആണിവിടെ. 2 കൺവേർട്ടേഴ്സ് ഉണ്ട്. പ്രൈം സിസ്റ്റം ആയിട്ട് അസോസിയേറ്റ് ചെയ്ത കൺവേർട്ടറിനെയാണ് മാസ്റ്റർ കൺവേർട്ടറും, അതേപോലെ സപ്പോർട്ട് സിസ്റ്റം അതുമായിട്ട് റിലേറ്റ് ചെയ്ത സീരീസ് കൺവേർട്ടറിനെയാണ് സ്ലേവ് കൺവേർട്ടർ എന്ന് പറയുന്നത്. മാസ്റ്റർ കൺവേർട്ടർ വെച്ചിട്ട് നമുക്ക് ആക്റ്റീവും റിയാക്റ്റീവ് വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യാം. അതേസമയത്ത് സ്ലേവ് കൺവേർട്ടർ വെച്ചിട്ട് നമുക്ക് DC വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യാം. അതേപോലെ റിയാക്റ്റീവ് വോൾട്ടേജ് മാഗ്നിറ്റ്യൂഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ IPFC എന്ന് പറഞ്ഞാൽ കുറേ DC to DC കൺവേർട്ടേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഓരോ കൺവേർട്ടറും ഓരോ ലൈന് സീരീസ് കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. സീരീസ് കൺവേർട്ടേഴ്സിനെ ലിങ്ക് ചെയ്തേക്കുന്ന DC ടെർമിനൽ വഴിയാണ്. സോ അത് എന്തിനാന്ന് വെച്ചാൽ ആ കൺവേർട്ടർ ഇൻസേർട്ട് ചെയ്തേക്കുന്ന ട്രാൻസ്മിഷൻ ലൈനിൽ റിയാക്റ്റീവ് കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യും. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു കൺവേർട്ടർ കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് കോമൺ DC ലിങ്ക് വഴി ഒരു റിയൽ പവറിനെ സപ്ലൈ ചെയ്യാൻ പറ്റും. അത് കണക്ട് ചെയ്ത ട്രാൻസ്മിഷൻ ലൈനിൽ നിന്ന് റിയൽ പവറിനെ സപ്ലൈ ചെയ്യാനും പറ്റും അവിടെ എക്സസ് ആണെങ്കിൽ. Part B will be discussed in the next section. Thank you.